നമസ്കാരം. നമുക്ക് ഈ കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. വീഴ്ച വരുമ്പോൾ ഒരു മനുഷ്യനും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും നമ്മൾ ഉപേക്ഷിക്കും. പലരും എൻ്റെ ഫോൺ എടുക്കാത്തൊരവസ്ഥ ആയി. എനിക്ക് വർക്കില്ല. ഇപ്പം എൻ്റെ ഒരു കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, 5-8 സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാവരും എന്നെ വിളിക്കും ഓരോ ചാൻസിനും വേണ്ടി. ഞാൻ ഇതും ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ അവർക്ക് മക്കളെ ഞാൻ അടുത്തതുണ്ട്, നീ ഇന്ന ദിവസം വരാം അങ്ങനെ. കാരണം ഇത് തിരക്ക് പിടിച്ച പണിയാണ്. അത് ആ സമയത്തും ഞാൻ അവരോട് സംസാരിക്കും, വാ നമുക്ക് ഇന്ന ദിവസം ചെയ്യാം, ഇന്ന വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും. പക്ഷേ ഒരു വീഴ്ച വന്നപ്പോഴേ ഒരു മനുഷ്യൻ എന്തിനൊരു എനിക്ക് ഞാൻ 1-2 പ്രോഗ്രാം ഞാൻ അത് വന്നു. അപ്പം ഞാൻ കൊണ്ടുവന്ന ആളുകളൊക്കെ വിളിച്ചു. കാരണം എന്നെ അവർ സഹായിക്കുന്നു വിചാരിച്ചു. സഹായിക്കുന്ന ചില വേറെ ഒന്നുമല്ല, അവർ വരുമ്പോൾ അത് ഒരു വലിയൊരു പ്രോഗ്രാമിൽ നടത്തുന്നു. പലരും എൻ്റെ ഫോൺ എടുത്തില്ല. ഭയങ്കരമായി ഫീൽ ചെയ്തു. കാരണം നമ്മൾ അതാണ് രോഗം. ഇത് വളരെ സാധാരണമായിട്ടുള്ളൊരു സംഭവമാണ്. തികച്ചും സ്വാഭാവികമായ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന കേൾക്കുന്നൊരു സംഭവമാണ്. ഇതിലെ നായകൻ പ്രശസ്തനായതുകൊണ്ട് ഇത് ഇത്രയധികം വൈറലായി. സാധാരണ നമ്മളെപ്പോലത്തെ ഒരാളാണെങ്കിൽ സ്വയം ഈ വിഷമം അനുഭവിച്ച് തീർക്കണം, ഇത്ര തന്നെ ഉള്ളൂ. ചുറ്റുപാട് കാണാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾക്ക് നമ്മൾ സാക്ഷിയാവേണ്ടി വരാറുണ്ട്. നമ്മൾ തന്നെ ചിലപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെടാറുണ്ട്. ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ ഉപാധികളോടുകൂടി നമ്മളെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ ഒന്ന് ചിരിക്കുന്നത് പോലും കണ്ടീഷണലാണ് പരസ്പരം. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ഒരു പ്രശ്നമാണ് ഇത്തരത്തിലുള്ള അവഗണനകൾക്ക് കാരണം. ചിലപ്പോൾ നമ്മളുടെ ചുറ്റും ആൾ കൂടും. അതെന്തുകൊണ്ടാണ്? നമ്മൾ സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധി പ്രാപിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്ഥാനം കൊണ്ട് വലിയ മഹത്വം ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ചുറ്റും ആളുകൾ കൂടും. ഈ ആളുകൾ സ്നേഹം കൊണ്ട് നമ്മളെ പൊതിയും. ഇതൊക്കെ കണ്ടീഷണലാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വകതിരിവ് അല്ലെങ്കിൽ ഒരു വിവേകം നമുക്കുണ്ടാവണം. ഇങ്ങനെ കണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നവരുടെ അമിതമായിട്ടുള്ള സ്നേഹപ്രകടനങ്ങളുടെ ഇടയ്ക്ക് ഒരു ഉപാധികളും ഇല്ലാതെ നമ്മളെ സ്നേഹിക്കുന്നവരെ പലപ്പോഴും നമ്മൾ വിസ്മരിക്കാറുമുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതാണ് ഇത്തരത്തിലുള്ള അവഗണനകളും വേദനകളും. സ്ഥാനം കൊണ്ട് മാത്രമുണ്ടാവുന്ന ചില മഹിമകളുണ്ടാവും ചില സമയത്ത് നമുക്ക്. അപ്പോൾ ആ സ്ഥാനം കൊണ്ടുണ്ടാവുന്ന മഹിമ നഷ്ടപ്പെടുന്നവരെ നമുക്ക് ചുറ്റും ആൾക്കൂട്ടം ഉണ്ടാവും. ഇപ്പോൾ മഞ്ചാടിക്കുരുവിന് സൂര്യനെ മറയ്ക്കാനുള്ള കഴിവുണ്ട്. സൂര്യനെ മറയ്ക്കാൻ മഞ്ചാടിക്കുരുവിന് കഴിവുണ്ടാവുന്ന എപ്പോഴാണ്? നമ്മുടെ കൃഷ്ണമണിയോട് മഞ്ചാടിക്കുരു ചേർന്നിരിക്കുമ്പോഴാണോ? കൃഷ്ണമണിക്കരികിൽ നിന്ന് മഞ്ചാടിക്കുരു മാറിക്കഴിയുമ്പോൾ മഞ്ചാടിക്കുരുവിൻ്റെ ആ മഹത്വം മാറും. മഞ്ചാടിക്കുരുവിന് ആ മഹത്വം ഉണ്ടായത് അതിരിക്കുന്ന പൊസിഷനാണ്. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ കാര്യം. നമ്മൾ അങ്ങനത്തെ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ടാവും. അത് നമ്മളുടെ പ്രതിഭ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള പണം കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള അധികാരം കൊണ്ടാവാം, എന്തും ആവാം. അങ്ങനെ വരുമ്പോൾ ഉപാധികളോട് സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും കൂടും. പിന്നെ നമ്മൾ ആ വീഡിയോയിൽ കണ്ടു വേദനിപ്പിക്കുന്ന ആളുകളെക്കുറിച്ച്. ഈ വേദനിപ്പിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെയും വേദനിപ്പിക്കുന്ന ആളുകളുണ്ടോ? അപ്പോൾ എന്നെയൊക്കെ ഒരാൾ വേദനിപ്പിച്ചാൽ ഈ വേദനിപ്പിക്കാൻ പറ്റുന്ന ആർക്കാണ്? നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവർക്കാണ് നമ്മൾ ഒരുപാട് വേദനിപ്പിക്കാൻ പറ്റുക. അങ്ങനെ ഒരാൾ എന്നെ വേദനിപ്പിച്ചാൽ ഞാൻ ചെയ്യുന്ന കാര്യം വീണ്ടും ഒരിക്കൽ കൂടി ആ വ്യക്തിക്ക് എന്നെ വേദനിപ്പിക്കാനുള്ളൊരു അവസരം ഞാൻ കൊടുക്കില്ല, ഒരിക്കലും കൊടുക്കില്ല. ഇത് ആ വ്യക്തി അവഗണിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ആ വ്യക്തി എൻ്റെ ജീവിതത്തിൽ നിന്നും തള്ളിക്കളഞ്ഞുകൊണ്ടല്ല. ഇതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് വീണ്ടും ആ വ്യക്തിക്ക് നമ്മളെ വേദനിപ്പിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കാം. ഒരിക്കൽ കൂടി ആ വ്യക്തി നമ്മളെ വേദനിപ്പിച്ചാൽ അതിനർത്ഥം നമ്മളുടെ പേരിലുള്ള കുഴപ്പമാണത്, അല്ലാതെ ആ വ്യക്തിയുടെ കുഴപ്പം കൊണ്ടല്ല. ആ വ്യക്തിക്ക് വീണ്ടും വീണ്ടും വേദനിപ്പിക്കാൻ നമ്മൾ അവസരം കൊടുക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ തിരിച്ചറിയണം. നേരത്തെ കണ്ട ആ വീഡിയോയിൽ നമ്മൾ കണ്ടു ഒരുപാട് പേര് വേദനിപ്പിക്കുന്ന കാര്യം. ഇങ്ങനെ വേദനിപ്പിക്കുന്നവർക്ക് നമ്മൾ അവസരം കൊടുക്കാതിരുന്നാൽ മതി. അതിനുള്ള ഒരു മനക്കരുത്താണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പറഞ്ഞു വന്നത്, ജീവിതം ആസ്വദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആസ്വാദ്യമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഉപാധികളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ചെറിയ കൂട്ടം നമുക്ക് ചുറ്റും ഉണ്ടാവണം. അങ്ങനെ ഉപാധികളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം നമുക്ക് ചുറ്റും ഉണ്ടാവണമെങ്കിൽ ഒറ്റ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റൂ, ഒരു ഉപാധിയും ഇല്ലാതെ നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിച്ചു തുടങ്ങുക. അത് ചിലപ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ കുട്ടികളായിരിക്കും, അതല്ലെങ്കിൽ
നമ്മുടെ സഹോദരങ്ങളായിരിക്കും, അതുമല്ലെങ്കിൽ അപൂർവം ചില സുഹൃത്തുക്കളായിരിക്കും. അങ്ങനെ ഉപാധികളില്ലാതെ ചുറ്റുമുള്ളവരെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ചുറ്റും ഒരു ഉപാധിയുമില്ലാതെ നമ്മളെ സ്നേഹിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ജീവിതം ആസ്വാദ്യമാവും. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.